വിദേശ വിദ്യാർത്ഥികളുടെ വിസ ഇന്റർവ്യൂകൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ട് ട്രംപ് ഭരണകൂടം. കുട്ടികളുടെ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇനി മുതൽ അമേരിക്ക വിസ ഇഷ്യൂ ചെയ്യൂ. FMJ വിസ അപേക്ഷകൾക്കുള്ള ഇന്റർവ്യൂകൾക്കാണ് നടപടി ബാധകമാകുക. നിലവിൽ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ ലഭിച്ചവരെ ഇത് ബാധിക്കില്ല. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കോൺസുലേറ്റുകൾക്ക് അയച്ച ഉത്തരവിലാണ് നിർദ്ദേശം. US-ൽ പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമ ഇടപെടലുകൾ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയാണിത്. വിസ അപേക്ഷകളിൽ പരിശോധന കർശനമാക്കാൻ മാർച്ച് 25-ന് തന്നെ US നിർദ്ദേശം നൽകിയിരുന്നു. ഞങ്ങൾ പറയുന്നത് വ്യക്തിഗത വിസ കേസുകളെക്കുറിച്ചല്ല, വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന രീതികളെക്കുറിച്ചും പറയുന്നില്ല. പക്ഷേ രാജ്യത്തേക്ക് ആരൊക്കെയാണ് വരുന്നതെന്ന് പരിശോധിക്കുന്നത് ഞങ്ങൾ ഗൗരവമായി കാണുന്നുണ്ട്. അത് തുടരും എന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി ബ്രൂസ് പറഞ്ഞത്. We do know, though, that we take very seriously the process of vetting who it is that comes into the country. And we're going to continue to do that. We're going to continue to vet, and we continue to have an interest. Again, whether they be student or if you're a tourist who needs a visa or whoever you are, we're going to be looking at you. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം 3.7 ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് US-ൽ പഠിക്കാനെത്തിയത്. മൊത്തം വിദേശ വിദ്യാർത്ഥികളുടെ 25% ഈ സംഖ്യ. വിദേശ വിദ്യാർത്ഥികളുടെ അഭിമുഖങ്ങൾ നിർത്തിവെക്കുന്നത് തുടരുകയാണെങ്കിൽ US-ലെ സർവകലാശാലകളുടെ വരുമാനത്തെ അത് വലിയ രീതിയിൽ ബാധിക്കും. വിദേശ വിദ്യാർത്ഥികൾക്കെതിരായ ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കമെന്നാണ് അമേരിക്കൻ മാധ്യമ സ്ഥാപനമായ പൊളിറ്റിക്കോ ട്രംപ് സർക്കാരിന്റെ നടപടിയെപ്പറ്റി റിപ്പോർട്ട് ചെയ്തത്. ഹാർവാർഡ് സർവകലാശാലയുടെ സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ റദ്ദാക്കിയ നടപടിയും ട്രംപ് സ്വീകരിച്ചിരുന്നു. സ്കൂളുകൾക്ക് വിദേശ വിദ്യാർത്ഥികളുടെ വിസ സ്പോൺസർ ചെയ്യാൻ അനുവാദം നൽകുന്ന ഒരു സംവിധാനമായിരുന്നു ഇത്. കോടതിയുടെ ഇടപെടലോടെ ഈ നയത്തിൽ നിന്ന് ട്രംപ് സർക്കാർ പിന്നീട് പിന്മാറി. പലസ്തീൻ അനുകൂല ക്യാമ്പസ് പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാവുന്ന വിദ്യാർത്ഥികൾക്കെതിരായ നടപടികൾ ഭരണകൂടം ശക്തമാക്കുകയാണ്. വിസ റദ്ദാക്കാനും അത്തരം പ്രകടനങ്ങളിൽ ഉൾപ്പെട്ടവരെ നാടുകടത്താനും ട്രംപ് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്.